ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ മിസ്സിന്റെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും നമ്മുടെ ബേസിക് സയൻസ് എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ക്രിസ്മസ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ബേസിക് സയൻസിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ത്രൂ ദ എലിമെന്ററി കനാൽ അഥവാ അന്നപഥത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ടൂത്ത് അഥവാ പല്ല് എന്ന് പറയുന്നത്. ആ ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ കുറെ വർഷമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ആ ചോദ്യത്തിന്റെ പാറ്റേൺ എന്താണ്, ആൻസേഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് ഈസി ആയി എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ടൂത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. റെഡി അല്ലേ നിങ്ങള്? എങ്കിൽ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ദ ടീത്ത് ഓഫ് 2 ആനിമൽസ്. രണ്ട് ആനിമൽസിന്റെ പല്ലിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? 2 ജീവികളുടെ പല്ലിന്റെ ചിത്രം നിരീക്ഷിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 പല്ലിന്റെ ചിത്രം നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കുക. 2 മൃഗങ്ങളുടെ ആണ്, രണ്ടും എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കുക. ചോദ്യം ഇതാണ്, കമ്പയർ ദീസ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് അബൌട്ട് ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ബോത്ത്. അതായത് ഇവ താരതമ്യം ചെയ്ത് രണ്ടിന്റെയും ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ എഴുതുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആ 2 പല്ലും നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കുക, നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇത് ഏതൊക്കെ ആനിമൽസിന്റെ പല്ലാണ്, ഏത് ഭക്ഷണ രീതിയിലുള്ള ആനിമൽസിന്റെ പല്ലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പല്ല് നോക്കിക്കേ. നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്ന പല്ല് എന്തിന്റെ പോലെയാണുള്ളത്? നമ്മുടെ പശുവിന്റെ ഒക്കെ പല്ല് പോലെയാണല്ലേ. പശുവിന്റെ ഒക്കെ പല്ല് പോലെയാണുള്ളത്, ഇങ്ങനെയുള്ള പല്ല് പോലെയാണുള്ളത്. അപ്പൊ അത് ഏത് തരം ആനിമൽ ആണ്? നമ്മുടെ ഹെർബിവോർ ആണ് അല്ലെ. എന്താണ്? ഹെർബിവോസ് ആണ്. ഇനി ഇങ്ങനെ കൂർത്ത പല്ലുകളുള്ളത് രണ്ടാമത്തെ ചിത്രം നോക്കി നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇതാ നല്ല കൂർത്ത പല്ലുകളൊക്കെ കാണാം അല്ലെ. കൂർത്ത പല്ലുകളുള്ളത് ഏത് തരം ആനിമൽ ആണ്? നമ്മുടെ സിംഹത്തെയും നമ്മുടെ കടുവയൊക്കെ പോലെ വലിച്ചു കീറി കഴിക്കുന്ന ആനിമൽസിന്റെ പല്ല അല്ലെ. അതായത് നമ്മുടെ കാർണിവോസ് ആണ് അല്ലെ. കാർണിവോസിന്റെ പല്ലാണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 പേരുടെയും, ഒന്ന് ഹെർബിവോസ്, നമ്മുടെ പശു പോലുള്ള ഹെർബിവോസിന്റെ പല്ലാണ് ഇതാ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നല്ല കൂർത്ത കോമ്പല്ലുകളൊക്കെ ഉള്ള നമ്മുടെ കാർണിവോസിന്റെ പല്ലിന്റെ ചിത്രമാണ് രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. കാർണിവോസ് ഹാവ് കനൈൻ ടീത്ത് വിച്ച് ക്യാൻ ടിയർ ഓഫ് ഫുഡ്. നമ്മുടെ കാർണിവോസിന് എന്താണുള്ളത്? ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളുണ്ട്. പക്ഷെ ഹെർബിവോസിനാണെങ്കിലോ, ബട്ട് ഹെർബിവോസ് ഹാവ് teeth that help in cutting, chewing and grinding food. അങ്ങനെയാണെങ്കിലോ ചവച്ചരയ്ക്കാൻ സഹായമായ പല്ലാണ് ആർക്കുള്ളത്? നമ്മുടെ ഹെർബിവോസ് അല്ലെങ്കിൽ സസ്യാഹാരികൾക്കുള്ളത്. എന്നാൽ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണുള്ളത്. നമ്മുടെ പശുവിനൊക്കെ അറിയാലേ, കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും വേണ്ട പല്ലുകളാണ് നമ്മുടെ ഹെർബിവോസ് ആയിട്ടുള്ള ആനിമൽസിനുള്ളത്. പക്ഷെ കടിച്ച് വലിച്ചു കീറാൻ പാകത്തിനുള്ള പല്ലുകളാണ് ആർക്കുള്ളത്? നമ്മുടെ കാർണിവോസ് ആയിട്ടുള്ള മാംസാഹാരികളായിട്ടുള്ള ആനിമൽസിനുള്ളത്. അപ്പൊ ഒരു രണ്ടിന്റെയും പല്ലിന്റെ സ്ട്രക്ചർ എന്താണ്? വ്യത്യാസമാണ്. അപ്പൊ ഇതുപോലെ പല്ലിന്റെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാല് അത് ഏത് തരം ആനിമൽസിന്റെ ആണ്, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമനന്റ് ടീത്ത് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ മിൽക്ക് ടീത്ത്. വൈ? എന്താണ്? പാൽ പല്ലുകളേക്കാൾ പ്രാധാന്യമുള്ളവയാണ് സ്ഥിരദന്തങ്ങൾ. എന്തുകൊണ്ടാണ് സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പെർമനന്റ് ടീത്ത് ഇമ്പോർട്ടന്റ് ആയത് നമ്മുടെ മിൽക്ക് ടീത്തിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയതെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ടാണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം വരുന്ന പല്ല് നമ്മുടെ മിൽക്ക് ടീത്ത് അല്ലെ. കുഞ്ഞു മിൽക്ക് ടീത്താണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഒരു 6 വയസ്സൊക്കെ ആവുമ്പോൾ നമുക്ക് ആ പല്ലൊക്കെ കൊഴിഞ്ഞു പോയി നമുക്ക് പെർമനന്റ് ടീത്ത് വരുമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ആ പെർമനന്റ് ടീത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അവിടെ വേറെ പല്ല് വരാറുണ്ടോ? ഇല്ല, പിന്നെ നമുക്ക് വേറെ പല്ല് വരില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ഇമ്പോർട്ടന്റ് ആയത് അല്ലെ. നോക്കിക്കേ, ഇഫ് എനി വൺ ഓഫ് ദം ബ്രേക്സ് ഓർ ഫാൾ ഓഫ്, നമ്മുടെ പെർമനന്റ് ടീത്ത് പൊട്ടിപ്പോവുകയോ കൊഴിഞ്ഞു പോകുകയോ ചെയ്തു കഴിഞ്ഞാൽ എ ന്യൂ വൺ വിൽ നെവർ ടേക്ക് ഇറ്റ്സ് പ്ലേസ്. അതായത് ഇവ പൊട്ടിപ്പോകുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പെർമനന്റ് ടീത്ത്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. സ്ഥിരദന്തങ്ങൾ നമ്മുടെ പാൽ പല്ലുകളേക്കാൾ ഇമ്പോർട്ടന്റ് ആയത് അതുകൊണ്ടാണ്. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. You brush your teeth
വെരി കെയർഫുള്ളി എവറി ഡേ ആഫ്റ്റർ ഡിന്നർ. നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബ്രഷ് ചെയ്യാറുണ്ടല്ലേ? മിസ്സിന്റെ കുട്ടികളൊക്കെ ബ്രഷ് ചെയ്യാറുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ബ്രഷ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാവരും അത് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഡെന്റൽ ഹെൽത്ത്. നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന് അത് വളരെ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷം വളരെ ശ്രദ്ധയോടെ പല്ലു തേക്കാറുണ്ടല്ലോ. ഇത് പല്ലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി ഡിന്നർ കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ദാ നോക്കിക്കോളൂ. when food remains stuck to teeth bacteria feed on them. നമ്മൾ കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങള് നമ്മുടെ പല്ലിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ വരില്ലേ? അത് കഴിക്കാൻ വേണ്ടി ആര് വരും? ബാക്ടീരിയ വരും. as a result lactic acid is produced. അതിന്റെ ഫലമായി നമ്മുടെ അവിടെ എന്തുണ്ടാവും? പല്ലില് ലാക്ടിക് ആസിഡ് ഉണ്ടാവും, which causes the destruction of enamel. നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഒരു കോട്ടിംഗ് ആണ് നമ്മൾ ഇനാമൽ എന്നൊക്കെ പഠിച്ചു അല്ലേ? ആ ഇനാമലിനെ ആര് നശിപ്പിക്കും? ഈ ഉണ്ടായിട്ടുള്ള ആസിഡ് നശിപ്പിക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായോ? പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു അല്ലെ? അത് കഴിക്കാൻ ആര് വരും? നമ്മുടെ ബാക്ടീരിയാസ് വരും. ഇതിന്റെ ഫലമായി ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ ലാക്ടിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡ് എന്തിന് കാരണമാവുന്നു? നമ്മുടെ ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്. അത് നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് ടേബിൾ ഷോവിംഗ് ദ ഡെന്റിഷൻ ഓഫ് ആൻ അഡൾട്ട്. അതാ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മുടെ പല്ലിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് ടേബിൾ. ഈ ടേബിള് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഫിൽ ചെയ്യാനുള്ളത് നോക്കിക്കേ. ടീത്ത് അവിടെ എ എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ നമ്പർ 8 എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ്. കടിക്കാനും മുറിക്കാനും ചവയ്ക്കാനും വേണ്ടിയിട്ടാണ് ആ പല്ല് സഹായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പല്ല് ഏതായിരിക്കും എന്ന് പറഞ്ഞേ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? 8 എണ്ണാണെന്ന് തന്നിട്ടുണ്ട്. 8 പല്ലുണ്ട്. കടിച്ചു മുറിക്കാനാണ് അത് സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പല്ല് ഏതാണ്? അതാണ് നമ്മൾ ഈ എ എന്ന് പറയുന്ന ഭാഗത്ത് എഴുതേണ്ടത്. എന്താണ് എ എന്ന് പറഞ്ഞോളൂ എല്ലാവരും. എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിസേഴ്സ് ആണല്ലേ? എന്താണ്? നമ്മുടെ ഇൻസിസേഴ്സ് ആണ്, അഥവാ നമ്മുടെ ഉളിപ്പല്ല്. എന്താ മക്കളെ? ഉളിപ്പല്ല്. ഇൻസിസേഴ്സ് അഥവാ ഉളിപ്പല്ലാണ് അതല്ലേ? കടിച്ചു മുറിക്കാൻ നമ്മളെ സഹായിക്കുന്ന 8 ഇൻസിസേഴ്സ് ആണുള്ളത്, അഥവാ ഉളിപ്പല്ലുകളാണുള്ളത്. അടുത്തത് നോക്കിക്കേ. അടുത്തത് പല്ലിന്റെ പേര് തന്നിട്ടുണ്ട്. കനൈൻ എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ നമുക്ക് എത്ര കനൈൻസ് ആണുള്ളത്? പറഞ്ഞേ, നമുക്ക് എത്ര കോമ്പല്ലുകളാണുള്ളത്? എത്ര കോമ്പല്ലുകളാണ് നമുക്കുള്ളത്? നമുക്ക് 4 കോമ്പല്ലുകളാണുള്ളത് അല്ലെ? നമുക്ക് 4 കോമ്പല്ലുകൾ ഉണ്ട്. ഇനി അതിന്റെ ഫംഗ്ഷൻ അഥവാ അതിന്റെ ധർമ്മം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നത്? യെസ്, ഇറ്റ് ഹെൽപ്സ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റഫ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽപ്പ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റഫ്. എന്താണ് ഫുഡ് സ്റ്റഫ്? എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കളെ കടിച്ചു വലിക്കാൻ, ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ, കടിച്ചു കീറാൻ സഹായിക്കുന്നു അല്ലെ? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അതാണ് ആരുടെ ഫംഗ്ഷൻ? ആരുടെ ധർമ്മം? നമ്മുടെ കോമ്പല്ലുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത എന്താ നോക്കിക്കേ. അടുത്തത് പല്ല് ഏതാന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ അതിന്റെ ടോട്ടൽ നമ്പർ 8 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഹെൽപ്സ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ്. എന്താണ്? ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. 8 പല്ലുകൾ ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് അവർ പ്രിമോളാസ്. എന്താണ് മക്കളെ? നമ്മുടെ പ്രിമോളാർ ആണ് നമ്മളെ സഹായിക്കുന്നത്. പ്രിമോളാർ അഥവാ അഗ്രചർവണകം എന്ന് നമ്മൾ പറയും. എന്താണ്? ചർവണകം എന്ന് നമ്മൾ പറയും. പ്രിമോളാസ് അഥവാ അഗ്രചർവണകം 8 എണ്ണം ഉണ്ട്. അതാണ് നമ്മളെ ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ടേബിൾ ഫിൽ ചെയ്തു അല്ലെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. Enamel is the outermost layer of teeth. Even though it is the hardest material in the human body, it may be decayed. Give the reason. എന്താണ് ചോദ്യം?
പല്ലിന്റെ പുറം പാളിയായ ഇനാമൽ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെങ്കിലും ക്ഷതം സംഭവിക്കാൻ ഇടയാകുന്നുണ്ട്. കാരണം വ്യക്തമാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഇനാമൽ നശിച്ചു പോവാറുണ്ട്, ഡീകേ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ട്? എങ്ങനെയാണ് നമ്മുടെ ഇനാമലിന് ഡീകേ സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ആൻസർ? നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞേതാ നോക്കിക്കേ. ദ ഇനാമൽ വിച്ച് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്, നമ്മുടെ ഇനാമൽ എന്ന് പറയുന്ന ഒരു കാൽഷ്യം കോമ്പൗണ്ട് ആണ്. റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ് ഡെക്സ്ട്രോയിഡ്. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആസിഡ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു ബ്രഷ് ചെയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ ബാക്ടീരിയകൾ വന്ന് അവിടെ ആസിഡ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇനാമലിന് എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും. അപ്പൊ നമ്മുടെ എത്ര ഹാർഡാണെങ്കിലും നമ്മുടെ ഇനാമല് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാൽസ്യം സംയുക്തമായ ഇനാമലും ആസിഡുമായി പ്രവർത്തിച്ച് ഇല്ലാതാവും. അപ്പൊ ഇനാമല് ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും അതിനെന്ത് സംഭവിക്കും? ഡീകേ സംഭവിക്കും. എപ്പോഴാണ് ഡീകേ സംഭവിക്കുന്നത്? വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ്. ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ഡീകേ, നാശം സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? എങ്കിൽ ഇത് അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കനൈൻ ടീത്ത് ബെനിഫിറ്റ് മോസ്റ്റ്ലി ഇൻ കോമ്പല്ല് ആർക്കാണ് കൂടുതൽ ഉപയോഗമായിട്ടുള്ളത്? ഹെർബിവോസിനാണോ, കാർണിവോസിനാണോ, ഓംനിവോസിനാണോ, അതോ ഓൾ ആർ ഈക്വലി ബെനിഫിറ്റഡ് ആണോ? അതായത് കൂർത്ത കോമ്പല്ലുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആർക്കാണ്? സസ്യാഹാരികൾക്കാണോ, മാംസാഹാരികൾക്കാണോ, മിശ്രാഹാരികൾക്കാണോ, അതോ എല്ലാ ജീവികൾക്കും ഒരുപോലെയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പല്ലുകൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ആർക്കാണ്? കാർണിവോസിനാണല്ലേ. മാംസാഹാരികൾക്കാണ്. ഇങ്ങനെ വലിച്ച് കീറി വലിച്ച് മുറിച്ച് കഴിക്കാൻ ആർക്കാണ് ആവശ്യം? കാർണിവോസിനാണ് ആവശ്യം. അപ്പൊ മാംസാഹാരികൾക്കാണ് അതെന്തായിട്ടുള്ളത്? കൂടുതൽ ഉപയോഗമായിട്ടുള്ളത്. അപ്പൊ കാർണിവോസ് അഥവാ മാംസാഹാരികളാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, എങ്കിലും നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇൻസിസേഴ്സ് ഓഫ് ദ റാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ഗ്നോയിങ്. എന്താണ്? നമുക്കറിയാം നമ്മുടെ എലിയുടെ മുന്നിലുള്ള ഇൻസിസേഴ്സ് ഒക്കെ അതിന്റെ കരണ്ട് തിന്നാൻ വേണ്ടി സഹായിക്കാറുണ്ട് അല്ലെ. എക്സ്പ്ലെയിൻ ഹൗ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ടീത്ത് ഓഫ് ദ ഫോളോവിങ് ആനിമൽസ് ഹെൽപ് ദം ടു കളക്ട് ആൻഡ് ഈറ്റ് ഫുഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ കൗവും ലയണും തന്നിട്ടുണ്ട്. ആ കൗവിന്റെ ലയണിന്റെയും പല്ലുകൾ എങ്ങനെയാണ് അവരെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എലിയുടെ ഒളിപ്പല്ലുകൾ കരണ്ടു തിന്നുവാൻ അനുയോജ്യമാണ്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ പല്ലിന്റെ പ്രത്യേകതകൾ അവയുടെ ആഹാര സമ്പാദന രീതിക്ക് എങ്ങനെ സഹായകരമാകുമെന്ന് വിശദീകരിക്കുക. ആരൊക്കെയാണ്? പശു ഉണ്ട്, സിംഹം ഉണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു പശുവിന്റെ പല്ലും സിംഹത്തിന്റെ പല്ലും അല്ലെ. പശുവിന്റെ പല്ല് അതിന് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? മുറിക്കാനും ചവച്ചരച്ച് കഴിക്കാനും വേണ്ടിയിട്ടാണ് പശുവിന്റെ പല്ല് സഹായിക്കുന്നത്. അതേസമയം സിംഹത്തിന്റെ പല്ലാണെങ്കിലോ മറ്റുള്ള ജീവികളെ ചാടി പിടിച്ച് വലിച്ച് കീറി മുറിച്ച് കഴിക്കാനാണ് നമ്മുടെ സിംഹത്തിന്റെ പല്ല് സഹായിക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. Carnivores have canine teeth which can tear off food. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകൾ ഉണ്ട്. അതായത് നമ്മുടെ ടൈഗറിനും ലയണിനും ഒക്കെ എന്തുണ്ട്? കടിച്ചു കീറാൻ പാകത്തിലുള്ള വലിയ കനൈൻ കോമ്പല്ലുകൾ ഉണ്ട്. But herbivores have teeth that help in cutting, chewing and grinding food. എന്നാൽ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണുള്ളത്. എന്താണ് ആ പല്ലിന്റെ വ്യത്യാസം എന്ന് മനസ്സിലായോ? കാർണിവോർസ് മാംസാഹാരികളാണെങ്കിൽ അവർക്ക് വലിച്ചു കീറാൻ പാകത്തിനുള്ള കോമ്പല്ലുകൾ ഉണ്ടായിരിക്കും. സസ്യാഹാരികൾ ഹെർബിവോർസ് നമ്മുടെ കൗ പോലുള്ള ഹെർബിവോർസ് ആണെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള പല്ലുകളാ? കടിച്ചു മുറിക്കാനും വലിച്ചു കീറാനും പാകത്തിനുള്ള പല്ലുകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ആ പല്ലിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കൂ. Identify the correct statements from the following related to teeth. പല്ലിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കിക്കേ. പെർമനന്റ് ടീത്ത് ആർ ദ ഫസ്റ്റ് ടീത്ത് ദാറ്റ് ഗ്രോ ഇൻ വൺസ് ലൈഫ്. അതായത് ജീവിതത്തിൽ ആദ്യമായി മുളയ്ക്കുന്നവയാണ് സ്ഥിരദന്തങ്ങൾ. ആണോ? നമുക്ക് ആദ്യം വരുന്ന പല്ലിനെ നമ്മൾ പെർമനന്റ് ടീത്ത് അഥവാ സ്ഥിരദന്തം എന്നാണോ പറയാറുള്ളത്? അത് നമ്മുടെ പാൽപ്പല്ലുകളാണല്ലേ, അഥവാ മിൽക്ക് ടീത്ത് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആ പ്രസ്താവന ശരിയല്ല, തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇനാമൽ ഈസ് നോട്ട് എ ഹാർഡ് സബ്സ്റ്റൻസ്. അതായത് ഇനാമൽ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് അല്ല എന്നാണ് പറയുന്നത്. ഹാർഡ് സബ്സ്റ്റൻസ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനാമൽ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്.
ഓക്കെ, അടുത്ത നോക്കിക്കേ, ഹെൽത്ത് ഓഫ് ദ ടീത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഫുഡ് ഹാബിറ്റ്. പല്ലിന്റെ ആരോഗ്യം അല്ലെ, ആഹാരശീലങ്ങൾ പല്ലിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. നല്ല ആഹാരശീലമുള്ളവർക്ക് നല്ല പല്ലുണ്ടായിരിക്കും. അപ്പോൾ പല്ലിന്റെ ആരോഗ്യത്തെ ആഹാരശീലങ്ങൾ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. എങ്കിൽ ഇതാ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇനാമൽ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത്. നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ. അത് കറക്റ്റ് ആണോ തെറ്റാണോ? അത് കറക്റ്റ് ആണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എന്ത്, നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. അപ്പൊ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ പല്ലിന്റെ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസും എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക. ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് പോലും ആരും മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.